ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ, വലിയ ലെങ്ത് ഒന്നും ഇല്ലാത്ത കുഞ്ഞൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഒന്ന് എടുക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിൽ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. വർക്കിംഗ് ഡേ ഞാൻ പോണ വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണത്. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ രാവിലെ നേരത്തെ നീച്ചു, നേരത്തെ അല്ല, ഒരു 7 മണി 6:45 7 മണിയൊക്കെ ആകുമ്പോൾ നീച്ചു, ചായ കുടിച്ചു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമാണ്. സാമ്പാറാകുമ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിനും കൂടെ ആവുമല്ലോ, അങ്ങനെ കണക്കാക്കിയിട്ട് ദോശയും സാമ്പാറും പിന്നെ എഗ്ഗ് മുട്ട ബോയിൽ ചെയ്തിട്ടുള്ളതും കൂടെയാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനർജി ഡ്രിങ്ക് ഞാൻ ഹോർലിക്സാണ് കേട്ടോ ഒന്ന് കുടിക്കണത്. അങ്ങനെ എന്നൊന്നും കുടിക്കില്ല, ഞാൻ ഈ പാൽ ഐറ്റംസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. പാക്കറ്റ് പാലോ അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ വല്ല പാലൊക്കെ ആണെങ്കിലേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. സാധാരണ പശുവിൻ പാലൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാലൊക്കെ ഉള്ള ദിവസം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കും. പിന്നെ ഇതാ പണികൾ ചെയ്യണതിൻ്റെ ഇടയിൽ ആണ് കേട്ടോ ഞാൻ ചായ, ഈ സമയങ്ങളിൽ ജോലിയുള്ള ദിവസങ്ങളിൽ ചായ കുടിക്കാനായിട്ട് അങ്ങനെ ഇരിക്കലൊന്നുമില്ല കേട്ടോ. സമയം കിട്ടണ പോലെയൊക്കെ ഓരോന്ന് ചെയ്യുള്ളൂ. അപ്പോൾ പണികളുടെ ഇടയിൽ കൂടെയാണ് കുടിക്കലില്ല, സ്ഥിരമായിട്ട് അങ്ങനെ കുടിക്കലൊന്നുമില്ല, വല്ലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യൽ. അപ്പം ഇന്ന് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ പരിപ്പ് വേവിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിട്ടിട്ട് നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. സാമ്പാർ ഉണ്ടാക്കി മുട്ട ബോയിൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ചൂടോട് കൂടിയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ സാമ്പാറൊക്കെ ആയിട്ട് ഞാൻ വറുത്തിടുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. നമ്മുടെ നാട്ടിൽ മഴയും ഇതൊന്നും ഇല്ലാത്തൊരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. മഴയുടെ ലക്ഷണമൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. നോർമലായിട്ടൊരു ഡേ ആണ് കാണുന്നത്. അപ്പോൾ വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മാവ് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിലുണ്ടാവുള്ളൂ പകൽ സമയങ്ങളിൽ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ പിന്നെ അത്ര അധികമൊന്നും കഴിക്കില്ല, അമ്മയും കഴിക്കൊന്നുമില്ല. ഒരു ദോശയും ഒരു മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാനും ഓക്കെയാണ്. അതൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കലുള്ളൂ. അങ്ങനെ ഹറിബറി ആയിട്ടൊന്നും ചെയ്യേണ്ട ഇതൊന്നുമില്ല കേട്ടോ കാര്യങ്ങൾ. കാരണം പുറത്തുള്ള പണികളൊക്കെ അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്. അമ്മയാണ് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യണത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ പുറത്തെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ പോകും കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോവുള്ളൂ. അതായത് ഒറ്റയ്ക്ക് എല്ലാ പണികളൊന്നും ചെയ്യാനുള്ള ഇതൊന്നുമില്ല. രണ്ടാളും കൂടി ഷെയർ ചെയ്തിട്ട് തന്നെയാണ്, വെയ്ക്കണ പോലെയൊക്കെ പറ്റണ പോലെയൊക്കെ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പണികളും ചെയ്യുക കേട്ടോ. അപ്പോൾ അമ്മ പുറത്തെ കാര്യങ്ങൾ ഈ സമയത്ത് പുറത്തൊക്കെ അടിച്ചു വാരുക അങ്ങനെ എന്തൊക്കെ ചെയ്യുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദോശയായിട്ടുണ്ട്, സാമ്പാറായിട്ടുണ്ട്, അതിൽ മുട്ടയും ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്ലറ ചില്ലറ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നത് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. പാത്രങ്ങളൊക്കെ ഒപ്പം കഴുകി വെക്കലാണ് കേട്ടോ പതിവ്. അങ്ങനെ കൂട്ടിയിട്ടിട്ട് എല്ലാം കൂടെ കഴുകലൊന്നുമില്ല. ഇതിപ്പോൾ ദോശ ഉണ്ടാക്കലും ഇതും കഴിഞ്ഞപ്പോൾ അതപ്പം തന്നെ കൈയോടെ കഴുകി വെക്കുകയാണ്. ഞാൻ ചായ കുടിച്ച ഗ്ലാസും അമ്മ ചായ കുടിച്ച പാത്രവും അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒപ്പം തന്നെ കഴുകി വെക്കുകയാണ്. പലഹാരം അതായത് ദോശ കഴിക്കണതിൻ്റെ ഒപ്പമൊന്നും അങ്ങനെ ചായ കുടിക്കലൊന്നുമില്ല, വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കഴിക്കൽ. ജോലിക്ക് പിന്നെ 9:30 ആകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. കാരണം അപ്പോൾ പോയാൽ മതി. 10 മണിക്കാണ് ജോലിയുടെ സമയം. എനിക്ക് അരമണിക്കൂറിൻ്റെ ട്രാവലിങ്ങിൻ്റെ ഒരു ഡ്യൂറേഷൻ തന്നെയാണ് കേട്ടോ വരുന്നുള്ളൂ നമുക്ക് പോകാനായിട്ട്. അതുകൊണ്ട് 9:30 ആകുമ്പോൾ പോയാൽ മതി ജോലിക്ക്. അപ്പോൾ പാത്രങ്ങൾ കഴുകലും ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞു. ഇനി ഉള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുക, ഡ്രസ്സ് മാറുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പോവുക. ഇത്രയൊക്കെ തന്നെയാണുള്ളൂ കേട്ടോ. ഇനി അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള ഹറിബറിയായിട്ട് ഓടിപ്പിടന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ചോറ് ഓൾറെഡി അവിടെ അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് അമ്മ അടുപ്പൊക്കെ വെച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ആവാറായിട്ടൊക്കെ ഉണ്ട്. പണികളൊക്കെ എന്തായാലും പോകാറാകുമ്പോഴേക്കും കഴിയലുണ്ട്. പിന്നെ കൂട്ടാനായിട്ട് കറികളായിട്ട് രണ്ടാമത് എന്തെങ്കിലും അച്ഛനും ഏട്ടനൊക്കെ കഴിക്കണം എന്ന് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കൊക്കെ ഞാനും ജോലി കഴിഞ്ഞ് വരാറാകുമ്പോഴേക്കൊക്കെ തന്നെയാണ് കേട്ടോ ആക്കുള്ളൂ. ഞാൻ ലഞ്ചിനും ഞാൻ നോർമലി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് അധികം ദിവസങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കൽ അത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാറ്. 2 ദോശ അല്ലെങ്കിൽ 2 ഇഡ്ഡലി അങ്ങനെ എന്താണോ ഉള്ളത് അത് 2 കൊണ്ടുപോവാണ് ചെയ്യൽ. തോനെയൊന്നും കൊണ്ടുപോയില്ല. പിന്നെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് പകലൊന്നും കഴിക്കാത്ത കാരണം വൈകുന്നേരം ഒരു 6:30 വന്നു കഴിഞ്ഞ് മേല് കഴുകി ഫ്രഷായി ഒരു 6:45 7 മണിയുടെ ഉള്ളിൽ ഞാൻ കുറച്ച് ചോറ് കഴിക്കും കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.